ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാറ ജോസഫിൻ്റെ ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് സാറ ജോസഫിൻ്റെ ഒരു കാറ് വാങ്ങിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പുതിയ കാറ് വാങ്ങിച്ചൊരു വീഡിയോ ഷോർട്സ്. അതിലവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്, എൻ്റെ പഴയ ലൈഫ് ഭയങ്കര മോശമായിരുന്നു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്താണാവോ അവർക്ക് പറ്റിയത്, എന്താണ് ഇത്ര ട്രോമ എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ. സോ ആ ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ അവർ പറയുന്നത്. സോ നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ നിലവിൽ 23 വയസ്സാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ അപ്പനും അമ്മയും വളരെ സ്നേഹമായിട്ടും ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഞാനും ചാച്ചനുള്ളൂ പിന്നെ ഇത്രയും സ്നേഹമായിട്ട് ജീവിച്ചൊരു കപ്പിൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ അപ്പനും അമ്മയായിരുന്നു വളരെ സ്നേഹമായിട്ടും എൻ്റെ അമ്മയ്ക്ക് പപ്പ ഇല്ലാതെ പറ്റില്ല ആ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രായം ഞാൻ എൻ്റെ 2ാം ക്ലാസ്സിലെ ഓർമ്മയാണ് കേട്ടോ. ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് ഭയങ്കര പൊട്ടൻഷ്യലായിരുന്നു ഫിനാൻഷ്യലി. അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടോ പട്ടിണിയോ ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ 2ാം ക്ലാസ് വരെ. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ, അത്രയും ഡീപ്പായിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല എന്താ ഡിവോഴ്സ്ഡ് ആവാനുള്ള കാര്യം, അതിൻ്റെ അകത്ത് കുറേ വീട്ടുകാരുടെയൊക്കെ ഇടപെടൽ, ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, അമ്മായിമ്മ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വന്ന് ഇവർ സുപ്രഭാതത്തിൽ സെപ്പറേറ്റഡായി. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ കാര്യമേ ഞാൻ റിയലൈസ് ചെയ്ത കാര്യമേ എനിക്കറിയുള്ളൂ. എൻ്റെ ചേച്ചിയുടെയും അനിയൻ്റെയും അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം പെട്ടെന്ന് സുപ്രഭാതത്തിൽ വീട്ടിൽ പപ്പയില്ല. അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ പപ്പ എന്തിയെ? അമ്മ പറയാം, പപ്പ വേറെ വീട്ടിലാണ്, നമ്മളിനി ഒരുമിച്ചാണ്, പപ്പ വേറെ വീട്ടിലാണ്. അത്രയും ദിവസം പപ്പയും അമ്മയും ഒരുമിച്ച് ജീവിച്ചിട്ട് വേഗം സുപ്രഭാതത്തിൽ ഒരു വഴക്കുണ്ടാവുന്നു, പപ്പ ആ വീട്ടിൽ നിന്ന് പോകുന്നു, പിന്നീട് പപ്പ ആ വീട്ടിലില്ല. ഓക്കെ, അതൊരു പാർക്ക്. പിന്നെ ഞാൻ സ്കൂളിൽ പോവാം. അമ്മ തന്നെ ഞങ്ങളെ 3 പേരും കൂടെ ഒരുക്കി സ്കൂളിൽ വിടുന്നു. സ്കൂളിൽ PTA മീറ്റിംഗ്, അതുപോലെ പേരൻസ് ഒക്കെ വരുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ അമ്മയില്ല. കാരണം ഞങ്ങൾ 3 പേരും പിന്നെ അമ്മയുടെ സംരക്ഷണം. അമ്മ ഞങ്ങൾ 2 പേരെയും കൂടെ ഒരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി. അന്നപ്പോഴത്തെ എൻ്റെ പ്രായം നിങ്ങൾ ആലോചിക്കുക. 3ാം ക്ലാസ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു 8 വയസ്സ്. ആരോരും ഇല്ലാത്ത കുറേ കുട്ടികൾ മാത്രമുള്ള ഒരു ബോർഡിങ് സ്കൂള്. അത്രയും നാൾ പപ്പയുടെ അമ്മയുടെ സംരക്ഷണത്തിൽ വീട്ടിൽ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ച് കൊച്ചു ടി വിയൊക്കെ കണ്ട് ഭയങ്കര ജിൽജിലായിട്ട് ഇരിക്കുന്ന ഞാനും ചേച്ചിയും വേഗം ഒരു സുപ്രഭാതത്തിൽ ആരാന്നൊന്നും അറിയാതെ, അമ്മയും പപ്പയും എൻ്റെ അനിയനും ഒന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സീരിയസ്ലി എനിക്ക് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ട്രോമത്തെ. പുല്ലൊക്കെ പറപ്പിക്കും, സിസ്റ്റർമാരുടെ തുണിയൊക്കെ നമ്മളെ കൊണ്ട് അലക്കിക്കും. അപ്പം നമ്മുടെ ഏജ് ആലോചിച്ചോണം. അങ്ങനെയൊക്കെ വളർന്നു. അങ്ങനെ ഏങ്ങലടിച്ച് ഞാൻ ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പപ്പ അറിയുന്നു ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ പ്രായപൂർത്തി എന്താ കാര്യമൊന്നും അറിയുന്നില്ല. ഞാനിങ്ങനെ വാഷ്റൂമിൽ കയറി മുള്ളാൻ നോക്കിയപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ചോര. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, ഇങ്ങനെ എൻ്റെ ഇതിൽ ചോര, എനിക്ക് ഭയങ്കര വയറുവേദന, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വേഗം ഒന്ന് കരഞ്ഞുകൊണ്ട് അമ്മ ഇതേ മുള്ളുന്നിടത്ത് ചോര വന്നു പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതാണ് പീരീഡ്സ്. അതിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, കാരണം പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവുന്ന പ്രായമല്ലായിരുന്നു. എൻ്റെ ചേച്ചിക്ക് പീരീഡ്സ് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അവളെ കസിൻ്റെ വീട്ടിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് അവൾക്കും പീരീഡ്സ് ആയതൊന്ന്. അതിന് പീരീഡ്സ് ആണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകണം, അപ്പോൾ ഇവളെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ പീരീഡ്സ് ആയ ദിവസത്തെ രാത്രി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അറിയാം, ഫുള്ളിങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. പാഡൊക്കെ വെച്ചിട്ടുണ്ട്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ ഫുള്ള് ഇപ്പോൾ പപ്പായും അമ്മയും ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. അന്ന് പീരീഡ്സിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല. അന്ന് ഭയങ്കര അസഹനീയമായ വയറുവേദന. ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് അച്ഛനും അമ്മയും 3 കുട്ടികളും, സാറയ്ക്ക് 2, ഒരു ചേച്ചി, ഒരു അനിയൻ, അങ്ങനെയാണ്. അപ്പോൾ ഇവർ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു. അങ്ങനെ ഇവർ എന്താ പറയുക, അമ്മയുടെ കൂടെ ആവുന്നു. ഇവർ 3 പേരും അമ്മയുടെ കൂടെ ആവുന്നു. കാരണം ഇവർ പ്രായപൂർത്തിയായിട്ടില്ല, അമ്മയുടെ കൂടെ ആവുന്നു. സോ പെട്ടെന്ന് അവർക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ആ ഒരു വേദന, അതുകൂടാതെ ഇവരെ ബോഡിയാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടേണ്ടോടത്ത് നമ്മൾ ബോർഡിങ്ങിൽ ആ സിസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടും അവിടുത്തെ പണികളൊക്കെ ചെയ്തിട്ടൊക്കെ ജീവിക്കുക എന്ന് പറയണത്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ മാറി. അങ്ങനെ അവർ അനുഭവിച്ച അച്ഛനും അമ്മയും ഇല്ലാതെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലാണ് സാറ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കുട്ടികൾ അനുഭവിക്കുന്ന, അതായത് അതിൻ്റെ ഇടയിൽ കടന്ന് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ
നമുക്ക് ആകാശദൂത് സിനിമയത്തെ പോലെ തോന്നുക കേട്ടോ. വൃത്തികേടുകൊണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ പല പല ഭാഗത്തേക്ക് ആക്കുന്നൊരു സങ്കടപ്പെടുത്തുന്നൊരു കാഴ്ച നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് കാണാം, ആകാശത്തിൻ്റെ ക്ലൈമാക്സ് കാണാം. അതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു വേർഷനാണ് നമുക്ക് സാറാ ജോസഫിൻ്റെ ലൈഫ് സ്റ്റൈൽ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. സാറാ ജോസഫ് പറയുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. അതായത് നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ, സാറിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് എന്താ പറയുക അനാവശ്യ രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പയും അമ്മയും കുറിച്ചിട്ട് അവരുടെ ഒരു വ്യാഖ്യാന രീതിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവരെ മനഃപൂർവ്വം ചൂഷണം ചെയ്യാൻ വേണ്ടി കമൻറ്റ്സ് ഇടുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആലോചിക്കുക, മറ്റുള്ളവരെ എന്തിനാണ് നമ്മളിങ്ങനെ മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ സാറ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിട്ടും കേട്ടിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ, ഡിവോഴ്സ് ആയെന്നും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ഈ നെഗറ്റീവ് കമൻറ്റ്സ് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയും അടിച്ച് താഴ്ത്താതിരിക്കുക, ഈ നെഗറ്റീവ്സ് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നല്ലത് പറയണമെങ്കിൽ നല്ലത് പറയാം. ഇനിയിപ്പോൾ നമുക്ക് മോശം എന്തെങ്കിലും മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മറിച്ചാലും അതായത് ചൊട്ടയിൽ ചീല ചുടല വരാമെന്നൊക്കെ പറയുമല്ലോ, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒതുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.